ആരൊക്കെ എന്നെ മറന്നാലും വർഷങ്ങളായി ഒരു മടുപ്പും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് എന്റെ മൈഗ്രെയിൻ. ഇന്ന് എഴുന്നേറ്റത് മൂപ്പരുടെ തലോടലേറ്റാണ്. ചായ കിട്ടിയാലേ ഒന്ന് അടങ്ങൂന്ന് പുള്ളിക്ക് ഒരേ വാശി. അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് നട്ടാറ വെയിലത്ത് നമുക്കൊരു ചായ ആവാം. ഈ സമയങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീട് മിസ് ചെയ്യുക. അതുകൊണ്ട് ഇന്നൊരു നൊക്ലാച്ചിക് ഐറ്റം പിടിക്കാം. ഇവന്റെ പേര് പാസ്ത എന്നാണെങ്കിലും എനിക്ക് ഇവൻ എന്നും എന്റെ സ്വന്തം മക്രോണിയാണ്. ഒരു മനുഷ്യന് മാത്രമല്ല, ഓരോ കുടുംബത്തിനും ഉണ്ട് ലവ് ലാംഗ്വേജ്. അതിൽ എന്റെ വീട്ടിലേത് നല്ല ഭക്ഷണം വെച്ച് വിളമ്പി വയറും മനസ്സും നിറയ്ക്കലാണ്. 2 മക്കളുണ്ടായിരുന്ന സന്തുഷ്ട കുടുംബത്തിലേക്ക് 9 വർഷങ്ങൾക്ക് ശേഷം വീണ ഒരു ഇടുത്തിയാണ് ഞാനെന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന സംസാരം. ബർത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണഭ്രാന്ത് തുടങ്ങുന്ന സമയത്തെ അടുക്കളയിൽ 2 ജനറേഷൻ ഉണ്ടായിരുന്നു. അതിൽ ന്യൂ ജനറേഷൻ കുക്കാണ് സ്കൂൾ വിട്ട് വിശന്ന് പൊരിഞ്ഞു വന്ന് എനിക്ക് മക്രോണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും നമ്മളുടെ ഇടയിൽ ഇല്ലാത്ത അന്ന് കുക്കിങ്ങിൽ എന്നെ പലതും പഠിപ്പിച്ചത് എന്റെ വീട്ടിലെ ന്യൂജൻ കുക്കാണ്. കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും ബട്ടറും ചീസും വെച്ച് കളിക്കാൻ തുടങ്ങിയത് ഈ അടുത്താണ് കേട്ടോ. അന്ന് ഞാൻ കഴിച്ച മക്രോണിയിൽ ഈ കാണുന്ന അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില്ലി ചിക്കന് വേണ്ടിയല്ലാണ്ട് ക്യാപ്സിക്കവും, സാമ്പാറിന് ഇടാനല്ലാതെ ക്യാരറ്റും, ഉപ്പേരിക്കല്ലാണ്ട് ബീൻസും വാങ്ങാതിരുന്ന കാലം. ഇന്നിതെല്ലാം ഇട്ടിട്ടും അന്നത്തെ 6ാം ക്ലാസ്സുകാർ കഴിച്ച മക്രോണിയോളം ഇത് എത്തിയിട്ടില്ല. ചില രുചികൾ അങ്ങനെയാണ്. അതിൽ അവർക്ക് മാത്രം ചേർക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ അംശം ഉണ്ടാവും. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ.